പിന്നെന്ന് വെച്ചാൽ ഇപ്പോൾ മല്ല്യോട്ട് ഭരണി ഉത്സവമാണ് കേട്ടോ. 23 മുതൽ 26 വരെയാണ് ഭരണി ഉത്സവം. അപ്പോൾ ഭരണി വേലയോട് സംബന്ധിച്ച് എന്തെല്ലോ ഉണ്ട് അമ്പലത്തിൽ കാണാനും കേൾക്കാനും എല്ലാം. അപ്പോൾ അതിൻ്റെ ഐതിഹ്യം എന്നാൽ കൂടുതൽ പറയാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഭരണി വേലയോടനുബന്ധിച്ച് നാളെ 24-ാം തീയതി രാവിലെ പുതിയോതി ഉണ്ടാവും കേട്ടോ. അപ്പോൾ പുതിയോതിക്ക് പന്തത്തിൽ വെളിച്ചെണ്ണയിൽ ഒഴിക്കേണ്ട നേർച്ച നമുക്കിപ്പോൾ അവിടെ ചെയ്യാം കേട്ടോ. ഇതാണിപ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ട് നേർച്ച ചെയ്യുക. അപ്പോൾ ആ വെളിച്ചെണ്ണ നമ്മൾ പന്തത്തിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ആ ചെമ്പിൽ വെച്ചിട്ടുണ്ടാവും. ആ ചെമ്പിൽ മുക്കി വെച്ചത് കണ്ടോ, ഇതെല്ലാം പുതിയോതിൻ്റെ ഒടയിലും തലയിലെല്ലാം വെക്കേണ്ട പന്താണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഓരോരാൾ നേർച്ചയായിട്ട് ചെയ്തതാണ് നാളെ തെയ്യത്തിൻ്റെ പന്തത്തിൽ ഒഴിക്കൽ. അപ്പോൾ നമ്മൾ പാലോട്ടാവ് എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ആണ്, പക്ഷേ ഇതിൽ ഒരുപാട് തെയ്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് ഈ വടക്കേ ഭാഗം ചമഞ്ഞ തട്ടാണ് കേട്ടോ. തട്ട് ചമഞ്ഞത് ഭരണിവേലയ്ക്ക് അനുബന്ധിച്ച് നല്ല രസമാണ്. അതിലെന്തെല്ലോ പക്ഷികളും കാര്യങ്ങളും എന്തെല്ലോ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഐതിഹ്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇപ്പോൾ കണ്ടത് പാട്ടാണ് കേട്ടോ. ഭരണിവേലയോടനുബന്ധിച്ച് ഇവർ പാട്ട് പാടുന്നതാണ്. ഒരുപാട് കൊടക്കാരന്മാരെല്ലാം ഉണ്ട് കേട്ടോ അമ്പലത്തിൽ. അപ്പോൾ അവരെല്ലാം ഇവിടെ നൊയമ്പെല്ലാം എടുത്തിട്ടാണ് ഇവിടെ നിൽക്കൽ. അപ്പോൾ നമ്മൾ അത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ചന്തയിലും ഉണ്ടായിട്ടോ കുറച്ച്. അപ്പോൾ ഇത് പുലർച്ചെയാണ്, പുതിയോതി പുറപ്പെട്ട സമയമാണ് കേട്ടോ. നല്ലോണം ആളുണ്ടായിട്ടോ രാവിലെ. ഇവിടെ വിഷുവളക്കിനെല്ലാം നല്ല ഉത്സവവും തെയ്യമെല്ലാം കേട്ടോ. 5 ദിവസത്തെ പരിപാടിയാണ്. ഒരുപാട് തെയ്യങ്ങളുണ്ട്. പാലോട്ട് ഭഗവതിയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ അവിടെ ചന്തയും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടോ. പുലർച്ചെയാണ് നമ്മൾ പുതിയോതി പുറപ്പെടൽ. ഇതാണ് കേട്ടോ പുതിയോതി. ഈ പുതിയോതിൻ്റെ നിങ്ങൾ ഈ പന്തലും കാണില്ല, ഈ പന്തത്തിലാണ് വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ നേർച്ച കൂട്ടിയിട്ടുണ്ടായിനി. അപ്പോൾ ഈ പുതിയോതി തെക്കേ ഭാഗത്തു നിന്ന് കളിക്കുന്നതാണിത്. അപ്പോൾ ഇനി ഇതെല്ലാം കൊടക്കാരന്മാരാണ് കേട്ടോ. അവിടെ കുറേ കൊടക്കാരന്മാരുണ്ടാവും. അപ്പോൾ അവരെല്ലാം അതാണ് കേട്ടോ ഈ കൊടി ഇങ്ങനെ അനക്കുന്ന നല്ല രസമാണ് ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. ഇത് പുലർച്ചെയാണ് കേട്ടോ ഉണ്ടാവില്ല. പുതിയോതി രാവിലെ പുലർച്ചക്കാണ് പുറപ്പെടുന്നത്. ഇപ്പോൾ കാണുന്നത് നമ്മളെ തെക്കേ നടയിൽ എഴുന്നള്ളത്താണ് കേട്ടോ. ശ്രീ കുറുമ്പ ഭഗവതിൻ്റെ എഴുന്നള്ളത്താണ് ഇത്. തെക്കേ നടയിൽ നിന്ന് ഉള്ളിലോട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പം ഇതെല്ലാം കൊടക്കാരന്മാരാണ് മല്ലോട്ടത്തെ. അവരെല്ലാം വ്രതമെല്ലാം എടുത്തിട്ടാണ് കേട്ടോ നിൽക്കൽ. അപ്പം ശ്രീ കുറുമ്പ ഭഗവതിൻ്റെ എഴുന്നള്ളത്താണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മുടെ ഏപ്രിൽ വിഷുവിളക്ക് മഹോത്സവമാണ് മല്ലോട്ടത്തെ. നമ്മുടെ നാട്ടിൻ്റെ തന്നെ ഏറ്റവും വലിയ ഉത്സവമാണ് കേട്ടോ മല്ലോട്ടത്തെ. 5 ദിവസത്തെ ഏപ്രിൽ 15 തൊട്ട് 19 വരെയാണ് ഇപ്രാവശ്യം. വിഷുവിൻ്റെ അന്ന് മുതലാണ് കേട്ടോ ഇത് തുടങ്ങൽ. ഭയങ്കര ഉത്സവമാണ് നമ്മളെ ശ്രീ മല്ലോട്ട് പാലോട്ട് കാവിലെ വിഷുവിളക്ക് മഹോത്സവം എന്ന് തന്നെ പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. നമ്മൾ ഒരുപാട് പ്രവാസികളെല്ലാം ആ സമയത്താണ്, വിഷുവിൻ്റെ സമയത്താണ് ലീവെല്ലാം എടുത്തിട്ട് വരൽ. അപ്പോൾ നല്ല രസമാണ് കാണാൻ. ഇത് തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. ഈ കൊടക്കാരന്മാരെ ഈ കൊടി ഇങ്ങനെ അനക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ചന്താണ്. അപ്പോൾ തെയ്യലും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വിഷുവിളക്ക് മഹോത്സവത്തിന് നമ്മൾ മല്ലോട്ടിൽ തെയ്യം കാണാൻ വരണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോ കാണുന്നവരെ ചാച്ച.